ഹലോ, വെൽക്കം ടു ചിത്ത വീറ്റ് ലൈറ്റ്സ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. പക്ഷെ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് മറുപടി ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് തയ്യൽ മെഷീനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് പോയിട്ടുള്ള ഒരു ഡ്രസ്സ് തയ്ക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തുന്നൽ വിട്ടതോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു കുഷൻ തയ്ച്ചെടുക്കാനോ അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളുമായിട്ട് ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഒരുപാട് പേര് ഇപ്പോൾ അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നവരുണ്ട്. അതായത് കറക്റ്റായിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആഗ്രഹം കൊണ്ട് വാങ്ങിക്കും, പക്ഷെ ഉപയോഗിക്കാൻ അറിയില്ല. പിന്നീട് നമ്മളത് വലിച്ചെറിയോ ഉപേക്ഷിക്കുകയോ ചെയ്യും. അങ്ങനെ ഒരു സാധനമാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കും, ഇതൊരു ഹാൻഡ് സൂയിങ് മെഷീൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ കൈവച്ച് തയ്ക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ടൈപ്പ്. അതായത് ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ സ്റ്റാപ്ലർ ചെയ്യുന്നത് പോലെയാണ് ഇത് തയ്ച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ സ്റ്റിച്ച് വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മളിപ്പോ ഇത് എന്താ പറയേണ്ടത്, പുറത്തൊക്കെ പോകുന്ന സമയത്ത് വഴിയരികിലോ അല്ലെങ്കിൽ ട്രെയിനിലോ മറ്റോ വെച്ചിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വിൽക്കുന്നവർ ഈസി ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത്. ഇതിന് പക്ഷേ ഏകദേശം ഒരു 22 ഇയേഴ്സ് പഴക്കമുണ്ട്. ഞാൻ ഇന്ന് വേറൊരു സാധനം തപ്പിപ്പോയപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് വർക്ക് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഇതിപ്പോ വർക്ക് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ ഇതെനിക്ക് ഉണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് നമ്മുടെ വീട്ടിലും ഉണ്ടാവും, പക്ഷെ നമുക്കിത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഇത് എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു, എനിക്കിത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് വെറുതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, അതല്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു മെഷീൻ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു കട്ടിയുള്ള ഭാഗം താഴേക്കാണ് വരുന്നത്. നമ്മൾ ഈ ഒരു നീഡില് മുകളിലത്തെ പോർഷനിലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കുക. ഇനി നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീഡിലൊക്കെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്ലേസ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു നീഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, മുകളിലത്തെ പോർഷനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു നീഡിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രൂ, ഇതാണ് നമ്മൾ ആദ്യം ഊരിയെടുക്കുന്നത്. അത് നമുക്ക് സ്റ്റാറിന്റെ ഷേപ്പുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് നീഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നീഡിൽ പ്ലേസ്ഡ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോബൻ ഇതിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ നൂല് ഫുള്ള് ഇതിലിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോബനാണ്. അപ്പം നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ചോപ്പ് സാധനം കണ്ടില്ലേ, ഈ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഈസിലി ഊരിയെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പ്രിങ് ഊരി ഇത് ഊരി കഴിയുമ്പോഴുണ്ട്. അപ്പൊ കണ്ടില്ലേ, അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഊരി കാണിച്ചത്. അപ്പൊ ആദ്യം ഈ ഒരു സ്പ്രിങ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓവനുള്ളിലേക്ക് ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. അങ്ങനെ ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു ഹോള് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പം അതിനുള്ളിൽ കൂടി നമ്മൾ ഈ ഒരു ത്രെഡ് വലിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സാധനം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇത് ഈസി ആയിട്ട് നൂലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു നീഡിൽ ത്രെഡർ ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹോളിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു നൂല് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ പുറത്തോട്ട് വലിക്കും. ഇതാണ് അതിന്റെ പ്രോസസ്സ് വരിക. ഇങ്ങനെ നമ്മൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നീട് നൂല് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ജസ്റ്റ് താഴേക്ക് തിരിക്കുമ്പം താഴെ ഒരു ഹോള് പോലെ ഒരു പോർഷൻ ഉണ്ട്, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതാണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു നൂല്
ജസ്റ്റ് പ്ലേസ് ചെയ്ത് ഇപ്പുറത്തൂടി കൊണ്ടുവരും. നമ്മൾ ഈ നീഡിലിന്റെ അകത്തേക്ക് ഈ ഒരു നൂല് ഇട്ട് കൊടുക്കും. ഇതിൽ കൂടെ ഈ ഒരു നൂല് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ തുണി വെക്കുന്ന പോർഷൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ഈ ഒരു നൂല് പോർഷൻ താഴേക്ക് വരും. കണ്ടോ? അപ്പൊ ഇങ്ങനെ പൊക്കിയതിനു ശേഷം ഈ ഒരു നൂല് ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏത് തുണിയാണോ തയ്ക്കേണ്ടത് ആ ഒരു തുണി ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു രീതിക്ക് തയ്ച്ചെടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം ഇതിനെന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തയ്യൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെയൊന്ന് വലിക്കുമ്പോൾ ഇതിങ്ങനെ ഊരിപ്പോരും. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് നമുക്ക് തയ്ക്കേണ്ട തുണി ജസ്റ്റ് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി മുമ്പേ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് സ്റ്റാപ്ലർ ഇട്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക. ഈ ഒരു തുണിയിലൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ അവസാനം വരുമ്പോൾ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ 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 തന്നെ അടിച്ചടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിന് ശേഷം അപ്പൊ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നൂല് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറം ഭാഗം, അതായത് നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഈ നീഡിൽ ത്രെഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നൂലിനെ ഇവിടേക്ക് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ? ഈസി ആയിട്ട് അതിങ്ങനെ അങ്ങ് പോരും. അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ത്രെഡറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ രണ്ട് കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെ വരുന്ന ഈ ഒരു തയ്യലില് ജസ്റ്റ് ഈ ഒരു നീഡിൽ ത്രെഡർ കയറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൂല് ഇതിനെ ഇതിന്റെ അകത്തേക്ക് കയറ്റുക. ഓക്കെ. അതിനുശേഷം നമ്മൾ അതിനെ ഈ ഒരു ഉള്ളിലേക്ക് വലിച്ച് ഒരു കെട്ടിടുകയാണ്. ഈ ഒരു സെയിം പ്രോസസ്സ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ആയിട്ട് ഈ ഒരു കെട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുശേഷം ഈ ഒരു നൂല് അല്ലെങ്കിൽ ഈ ഒരു തയ്യല് അതൊന്ന് വിട്ടുപോകില്ല. അപ്പൊ ഇതാണ് മിക്കവരുടെയും പ്രശ്നം. ഇത് തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ മാർഗം. അപ്പൊ ഇതിങ്ങനെ തയ്ച്ചിട്ടുള്ളത് ഒരു തുണി കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഇത്. ഇത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മെഷീൻ കൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉപകാരമുണ്ട്. നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇത്രയും സ്പീഡിൽ നമുക്ക് കൈത്തയ്യൽ പോലും തയ്ച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ലോക്ക് ചെയ്യാനാണ്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. അതിനിപ്പം നീഡിൽ ത്രെഡർ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു സൂചി ആയാലും മതി, നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് എടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. വാങ്ങിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കരുത്. ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.